ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിലേക്ക് ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ്, ചെറു ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ബട്ടർ ഒഴിക്കുക. പിന്നെ ഈസ്റ്റ് കലക്കിയത് അത് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2 മണിക്കൂറോളം വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഏറ്റവും മസാലകൾ ഉണ്ടാക്കി വെക്കാം. അതിന് ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് മൊസല്ല ചീസാണ് കേട്ടോ എടുക്കേണ്ടത്. അതെടുക്കുക. ബ്രെഡ് നന്നായി കൈയായിട്ട് പൊടിച്ചാലും മതിയാവും. അങ്ങനെ പൊടിച്ചിട്ടിടുക. മല്ലിച്ചപ്പ് അരിഞ്ഞതിടുക, ഉപ്പിടുക, ഒരു കോഴിമുട്ട പൊട്ടിച്ചത് അതും അതിലേക്ക് ഒഴിക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച മൈദ നന്നായി കുഴച്ച് അതൊരു 4 ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ 4 പേരാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യം കുറച്ച് മൈദ തൂവി കൊടുക്കുക. അതിന് മേലേക്ക് ഓരോ ബൗളായിട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് മൈദ കുറച്ചും കൂടി തൂവി എടുത്തിട്ട് നന്നായി പരത്തിയെടുക്കുക. വല്ലാണ്ട് നന്നായി നൈസാവണ്ട കേട്ടോ, ഒന്ന് കട്ടി ഉണ്ടായിക്കോട്ടെ. അതിനുശേഷം ചീസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ ചുറ്റുഭാഗം ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. 4 ഭാഗവും ചുരുട്ടി കൊടുക്കുക. ഞാനിതായി കാണിക്കുന്ന പോലെ തന്നെ ചുരുട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ മസാല തയ്യാറാക്കിയില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ 4 ഭാഗവും നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. പിന്നീട് നമുക്കത് എയർ ഫ്രയറിലോട്ട് മാറ്റാം. ഞാൻ ആദ്യം പാനിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കി. അപ്പം റെഡി ആയില്ല. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് മാറ്റിയപ്പോൾ റെഡി ആയിട്ട് കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വെറൈറ്റി ഇന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരാണ് കച്ചാപ്പൂരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.